റവന്യൂ മന്ത്രി കെ രാജൻ നമുക്കൊപ്പം ചേരുകയാണ്. മന്ത്രി രാജൻ, ഒരു സുപ്രഭാതം പറയാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയിലാണ് നമ്മളെല്ലാവരും. ഇപ്പോൾ ഇപ്പോൾ 3-ാം ദിവസത്തിലേക്ക് തെരച്ചിൽ കടക്കുമ്പോൾ ഇന്ന് അടിയന്തരമായി സംസ്ഥാന സർക്കാർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തായിരിക്കും? ഇപ്പോൾ 24 പൂർണ്ണസമയം ഇവിടെ ഉള്ളത് കൊണ്ടറിയാം. ഓരോ ദിവസവും അതിന് സാധ്യമായ വിധത്തിലുള്ള സൗകര്യങ്ങളാണ് നമ്മൾ നോക്കിയിരുന്നത്. ആദ്യത്തെ ദിവസം പൂർണ്ണമായി അതിനകത്തുള്ള നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്ത ആളുകളെ പുറത്തു കൊണ്ടുവരിക. ഇന്നലെ നമുക്ക് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ചിട്ടുള്ള ഒറ്റപ്പെട്ട് കിടക്കുന്ന ആളുകളെയും രക്ഷപ്പെടുത്തേണ്ട ആളുകളെയും അതിന്റെ കൂട്ടത്തിൽ മനുഷ്യസാധ്യമായ വിധത്തിൽ, അതായത് മറ്റ് യന്ത്ര സാമഗ്രികളുടെ സഹായമില്ലാതെ കൊണ്ടുവരാവുന്ന മൃതദേഹങ്ങളും കൊണ്ടുവരിക. ഇതായിരുന്നു ഇന്നത്തെ മാസ്റ്റർ പ്ലാനിലേക്ക് വരുമ്പോൾ. ഇന്നലെ രാത്രിയോടെ നമുക്ക് 15 ഹിറ്റാച്ചുകൾ അകത്തേക്ക് കടത്താനായിട്ടുണ്ട്. പുഴ ക്രോസ് ചെയ്തും സമയങ്ങൾ ഒഴിവാക്കിയും കാട്ടിനകത്ത് കൂടിയും എന്നാണ് നമ്മുടെ കണക്ക്. അപ്പൊ ആ 15 ഹിറ്റാച്ചുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് യന്ത്ര സഹായത്തോടു കൂടിയിട്ടുള്ള രക്ഷാപ്രവർത്തനമായിരിക്കും ഇന്ന് നമുക്ക് നടത്താൻ വേണ്ടി പോകുന്നത്. സ്വാഭാവികമായിട്ടും ഹിറ്റാച്ചുകൾ കടത്തിയതുകൊണ്ട് മാത്രം പ്രശ്നം തീരില്ല. ആ ഹിറ്റാച്ചുകൾക്ക് അനുബന്ധമായി ഉപയോഗിക്കേണ്ട ഉപകരണങ്ങൾ, ആളുകൾ, അതുപോലെ തന്നെ സ്ട്രക്ചറുകൾ, രക്ഷാപ്രവർത്തകർ ഇതുകൂടി വേണ്ടിവരും. ഇന്നലെ രാത്രിയോടുകൂടി അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് പട്ടാളത്തെയും കിട്ടിയിട്ടുള്ള നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങളായിട്ടുള്ള പോലീസ്, ഫയർഫോഴ്സ് തുടങ്ങിയ സംവിധാനങ്ങളെയും, അതോടൊപ്പം തന്നെ ഓരോ കേന്ദ്രത്തിനോടുമൊപ്പം നിൽക്കേണ്ട സ്ട്രക്ചറുകൾ, ആരോഗ്യ പ്രവർത്തകർ, അവിടെ ഭക്ഷണം എത്തിക്കേണ്ട വളണ്ടിയർമാർ, ഇങ്ങനെ വളരെ വിശദമായിട്ടുള്ള ഒരു പ്ലാൻ ഇന്നലെ തയ്യാറാക്കിയിട്ടുണ്ട്. അതനുസരിച്ച് ഏതാണ്ട് 15 കേന്ദ്രങ്ങളിൽ ഒരേ സമയം രക്ഷാപ്രവർത്തനം നടത്താവുന്ന വിധത്തിലായിരിക്കും ഇന്ന് നടപടിക്രമങ്ങൾ ഉണ്ടാവുക. ഞാനിപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം വളരെ പ്രയാസകരമായിട്ടുള്ള വിധത്തിൽ ഇന്നലെ രാത്രി കുറച്ച് ശാന്തമായിട്ടുള്ള മഴ വീണ്ടും പെയ്തു തുടങ്ങി ഈ സ്പോട്ടിൽ എന്നുള്ളൊരു പ്രശ്നം. ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? നിൽക്കുന്നത് എവിടെയാണ്? ഞാനിപ്പോ മേപ്പാടി കഴിഞ്ഞിട്ട് ഈ പ്രദേശത്താണ് നിൽക്കുന്നത്. നല്ല കനത്ത മഴ തുടരുകയാണോ? മഴയുണ്ട്. കനത്ത മഴ എന്ന് അങ്ങനെ പറയാവുന്നില്ലെങ്കിലും മഴയുണ്ട്. നമ്മൾ വിചാരിച്ച വിധത്തിലല്ല ഒരു സിറ്റുവേഷൻ. അല്ല മിനിസ്റ്റർ രാജൻ, ഞാൻ ചോദിച്ച ചോദ്യം അതല്ല. ഈ നമ്മുടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലെയും തെരച്ചിലിനെയും തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഈ ഭാഗത്ത്, ഈ മേപ്പാടി ഭാഗത്ത് മഴ ഇപ്പോൾ പെയ്യുന്നുണ്ടോ? നമുക്കിന്ന് എന്ത് തടസ്സം ഉണ്ടായാലും അതിനെ മറികടക്കാനും മഴയൊന്നും ഒരു പ്രയാസമാകില്ല. പക്ഷെ മഴ പെയ്യുന്നു. നമ്മൾ ഇന്നൊന്ന് ഒഴിഞ്ഞു നിൽക്കുമെന്നാണ് രാവിലെ കരുതിയിരുന്നത്. പക്ഷെ മഴ പെയ്യുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അത്രേ ഉള്ളൂ. മിനിസ്റ്റർ പറയുന്നത് കേട്ടപ്പോൾ ഈ 15 ഹിറ്റാച്ചി അപ്പുറത്ത് കടത്തി എന്ന് പറയുമ്പോൾ ഇന്ന് നമുക്ക് തെരച്ചിലിന് അത്യാവശ്യമായ കാര്യങ്ങളും ഉപകരണങ്ങളും ഒക്കെ നമുക്ക് എത്തേണ്ട സ്ഥലത്ത് എത്തിക്കാൻ കഴിഞ്ഞു എന്നാണോ താങ്കൾ പറയുന്നത്? ഏതാണ്ട് നമ്മൾ വിചാരിച്ചതുപോലെ ഇന്നലെ രാത്രിയോടുകൂടി കുറേയേറെ സംവിധാനങ്ങൾ കൊണ്ടുപോയി. ഇപ്പൊ മെയിലി ബ്രിഡ്ജ് ഏതാണ്ട് അവസാന ഘട്ടത്തിലായി. നമുക്കൊരു 2-2.5 മണിക്കൂർ കൂടി ഉണ്ടെങ്കിൽ പൂർണ്ണമാകും. ബെയിലി ബ്രിഡ്ജ് കൂടി പൂർണ്ണമാകും. അതുകൂടി വരുന്നതോടുകൂടി താൽക്കാലിക പാലം എന്നുള്ളത് വാഹനം കൊണ്ടുപോകാവുന്ന താൽക്കാലിക പാലമായിട്ട് മാറും. അതുകൂടി വരുന്നതോടുകൂടി ഇപ്പൊ സ്റ്റേൻ കണ്ടിട്ടുണ്ടാകും. നമ്മൾ ഇപ്പൊ ഒരു മരവും JCBയും കണക്ട് ചെയ്ത് കൊണ്ടുള്ള സ്ഥലത്താണ് ഈ വടം കിട്ടിയ ആളുകളെ നേരത്തെ മുതൽ റോപ്പിലൂടെ കൊണ്ടുപോയിരുന്നത്. അതേ പ്രദേശത്ത് ഇപ്പോ ബെയിലി ബ്രിഡ്ജ് വരുന്നതോടുകൂടി കൂടുതൽ സംവിധാനങ്ങളാകും. അപ്പോൾ ഇന്നലെ രാത്രി കടന്നുപോയ ഹിറ്റാച്ചുകളും ഇന്ന് രാവിലെ നേരത്തെ മുതൽ നമ്മൾ പാലത്തിലൂടെ മാറ്റിയിട്ടുള്ള കട്ടിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അകത്ത് പോയിട്ടുണ്ട്. ഈ ബെയിലി ബ്രിഡ്ജ് കൂടി വരുന്നതോടുകൂടി കുറച്ചുകൂടി വേഗതയിൽ അത് മൂവ് ചെയ്യാൻ കഴിയും. ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത 24നോട് പ്രേക്ഷകരോട് പറയാനുള്ളത്, പൂർണ്ണമായും യന്ത്ര സാധ്യതകളോട് കൂടിയിട്ടുള്ള തെരച്ചിലായിരിക്കും ഇന്ന് നടത്താൻ വേണ്ടി കഴിയുക. പല കെട്ടിടങ്ങളും അതിന്റെ ആകാശ ദൃശ്യങ്ങളും നേരിട്ട് 24ന്റെ പ്രവർത്തകർ മുണ്ടക്കൈയിൽ പോയി എടുത്ത ചിത്രങ്ങളും നിങ്ങൾ കണ്ടു കാണും. ഏതാണ്ട് പറയാൻ പ്രയാസമുണ്ടെങ്കിലും വറ്റിപ്പോയ ഭാരതപ്പുഴയുടെ ഒരു 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 പ്രയാസകരമായ കാഴ്ച പോലെ ഒറ്റ വഴിയിലൂടെ ഒഴുകി വരുന്ന കല്ലും പാറക്കൂട്ടങ്ങളും വെള്ളവും ഒഴുകി ബാക്കിയെല്ലാം തനി നിരപ്പായ പ്രദേശം പോലെ താഴത്തേക്ക് പോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ഈ 15 ഹിറ്റാച്ചുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കുന്നത് പോലും മേൽക്കൂരയോട് കൂടി താഴ്ന്നിട്ടുള്ള വീടുകളുടെ മേൽക്കൂര മാറ്റി കട്ടിങ് നടത്തേണ്ടി വന്നാൽ കട്ട് ചെയ്ത് അകത്തേക്ക് ആളുകളെ ഇറക്കി വിട്ട് നമുക്ക് നടത്തേണ്ട രക്ഷാപ്രവർത്തനങ്ങൾ കൂടി പ്രത്യേകമായ സ്ക്വാഡുകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ വിധത്തിലും ആ സംഭവങ്ങൾ മുന്നോട്ട് പോകും. അപ്പോൾ പൊതുഭൂമിയിൽ കാണുന്ന തങ്ങി നിൽക്കുന്ന, മരത്തിൽ കുടുങ്ങി നിൽക്കുന്ന അത്തരം മാത്രമല്ല, നമുക്ക് കെട്ടിടങ്ങൾ നേരെ താഴത്തോട്ട് പോയ സ്ഥിതിവിശേഷം കാണാനുണ്ട്. അതിന്റെ മേൽക്കൂരകൾ, ടെറസ്
ഒക്കെ കട്ട് ചെയ്ത് ഹിറ്റാച്ച് വെച്ച് മാറ്റി ആളെ അകത്ത് കടത്തി വിട്ടാണെങ്കിലും ശ്വാസമുണ്ടോ അനക്കമുണ്ടോ അതോ നഷ്ടപ്പെട്ടതാണോ ഏത് വിധത്തിലും അത് റിക്കവർ ചെയ്യാനുള്ള നടപടികളാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കേൾക്കാമല്ലോ? മിനിസ്റ്റർ ഇന്നലെ 2 ഹിറ്റാച്ചിൽ അതിനോട് എത്തിയിരുന്ന അങ്ങോട്ടേക്ക്. ഇന്നിപ്പോൾ 15 ഹിറ്റാച്ച് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ മൂവാണ് എന്ന് പറഞ്ഞാൽ അത് ഈ മുണ്ടക്കയ മേഖലയിലെ അതിന് റെസ്ക്യൂ എന്നോ റിക്കവറി എന്ന് വിളിക്കണമെന്ന് അറിയില്ല മിനിസ്റ്റർ സത്യമായും. പക്ഷേ എന്തായാലും ആ ദൗത്യത്തെ ഇന്ന് അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പാകത്തിലുള്ള ഹിറ്റാച്ചുകളുടെ എണ്ണമാണ് ഈ 15 മിനിസ്റ്റർ. തീർച്ചയായിട്ടും ഇന്ന് യന്ത്ര സാമഗ്രികളാണ് നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത്. കാരണം ഇന്നലെ നമ്മൾ കണ്ടപ്പോ ഏതാണ്ട് 1200 ചില്ലാനും പേരെ സൈനികരും അതല്ലാത്ത സാധാരണ ആളുകളും അശ്വിൻ ഉൾപ്പെടെ എല്ലാവരും കണ്ടു കാണും. ആളുകളും ഉൾപ്പെടെ അകത്തേക്ക് കയറിപ്പോയിട്ടും നമുക്ക് കൈകൊണ്ടെടുക്കാവുന്നതും ചെറിയ പോകുന്ന പോക്കിൽ കൊണ്ടുപോകാവുന്ന യന്ത്രങ്ങൾ ഉപയോഗിച്ചെടുക്കാവുന്നതുമായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ നമുക്ക് അകത്തേക്ക് കിടത്താനായുള്ളൂ. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി 5, അതിനുശേഷം വീണ്ടും 5, അങ്ങനെ ഒരു ഘട്ടമായി എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ കണക്ക്. അപ്പൊ അത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് യന്ത്രസാമഗ്രികളുടെ കൂടി സംവിധാനത്തോടു കൂടി നടത്താൻ പോകുന്ന രക്ഷാപ്രവർത്തനം. ബെയിലി ബ്രിഡ്ജ് പൂർണ്ണമാകുന്നതോടുകൂടി മറ്റ് സംവിധാനങ്ങൾ കൂടി അങ്ങോട്ട് എത്തിക്കാൻ കഴിയും. ഇന്ന് മുഖ്യമന്ത്രി നേരിട്ടെത്തി ഈ പ്രവർത്തനങ്ങൾ വിശകലനം ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുകയാണ്. അതോടുകൂടി കുറച്ചുകൂടി ആർജവും കരുത്തും ഈ കാര്യങ്ങൾക്ക് കൈവരും എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. ഓക്കെ, താങ്ക് യു മിനിസ്റ്റർ കെ രാജൻ. മന്ത്രി രാജൻ പറയുന്നത് പൂർണ്ണമായ യന്ത്ര സാമഗ്രികളുടെ സാധ്യതകളോടെ തെരച്ചിൽ ഇന്ന് പൂർണ്ണമായി 3-ാം ദിവസം തുടരുമെന്നാണ്. മാത്രമല്ല 15 ഹിറ്റാച്ചുകൾ അവിടെ എത്തിക്കാൻ കഴിഞ്ഞു. അതുപോലെ ഒരുവിധം ഉപകരണങ്ങളൊക്കെ ആയുധങ്ങളൊക്കെ അവിടെ എത്തിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ത്യൻ ആർമി പൂർണ്ണമായും ഈ ബെയിലി പാലം ഇന്ന് തുറന്നു കൊടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. രാപ്പകൽ ഭേദമന്യേ നമ്മുടെ ആർമി ഫുൾ സജ്ജമായി അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. ഒരുപക്ഷെ മഴയും മഞ്ഞും വയനാടിലെ പ്രത്യേക കാലാവസ്ഥയൊന്നും അവരെ തളർത്തുന്നില്ല. ഏറ്റവും വലിയൊരു അപകടത്തിൽ വയനാട് ജനത മുഖം കുത്തി വീഴുന്ന സമയത്ത് അവർക്ക് കൈത്താങ്ങായി മാറാൻ ഇന്ത്യൻ സൈന്യം ഈ പാലത്തിൻ്റെ നിർമ്മാണം ഇന്നലെ രാത്രിയിലും തുടരുകയായിരുന്നു.